ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മൈടെക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളിലേക്ക് മാറ്റുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീടുകളിൽ കംപ്ലൈൻ്റായി കിടക്കുന്ന LED ലൈറ്റുകൾ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇതുപോലൊരു പാക്കായിട്ടാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. സാധാരണ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് വെച്ചാൽ എത്ര വോട്ട്സിൻ്റെ ആണെന്ന്, ലൈറ്റ് എത്ര വോട്ട്സിൻ്റെതാണ്. പിന്നെ ഈ 6500 കെ എന്നുണ്ടല്ലോ, അതാണ്. ഇത് 6500 കെ എന്ന് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കൂടും. അതാണ് ഇതിൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 25,000 അവേഴ്സ് ലൈഫ് ടൈം. അതായത് ഒരു 4-5 വർഷം ഉണ്ടാവും അതുവരെ ഈ ലൈറ്റ് വർക്കും. അപ്പോൾ ഈ അവേഴ്സ് കൂടുന്നതനുസരിച്ച് അത്രയും ലോങ് ലൈഫായിരിക്കും ഈ ലൈറ്റിന്. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വാങ്ങിച്ചാണെങ്കിൽ നോക്കി വാങ്ങിച്ചതാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ഇതാകത്തില്ല, ലൈറ്റ് കംപ്ലൈൻ്റ് ആകത്തുമില്ല, ഇതാകത്തുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ ലൈറ്റ് വാങ്ങുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഒരു 4-5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിക്കിൽ കത്താതാവും, പിന്നെ അല്ലെങ്കിൽ ഡിമ്മായി കളിക്കും, ബ്ലിങ്ങിങ് ആയിട്ട് കളിക്കും. ഓണാവ് ഓഫ് ഇതായിട്ട് ബ്ലിങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഇത് 2 പ്രശ്നങ്ങളാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് കത്താതാവുമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ചില ബൾബുകൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് തിരിച്ചാൽ തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനുള്ളിൽ വേറെ ചിപ്പും കാര്യങ്ങളും, അതായത് ഡ്രൈവും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഒരു റെക്ടിഫയറും പിന്നെ ഒരു ICയും പിന്നെ ഒരു ഇതാണുള്ളത്. അപ്പോൾ ഇത് മാത്രം മതി ഇതിന്. പഴയതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിപ്പൊക്കെ ഉണ്ടാവും, ചിപ്പല്ല സോറി, ഡ്രൈവൊക്കെ ഉണ്ടാവും. ഡ്രൈവ് ഉള്ളതും കാണിച്ചു തരാം, ഡ്രൈവ് ഇല്ലാത്തതും കാണിച്ചു തരാം. അപ്പം ഇതിപ്പം വർക്ക് ചെയ്യാത്തതാണ്, കംപ്ലൈൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ ലൈറ്റിൻ്റെ അകത്തും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ലൈറ്റിൽ മാത്രം ഒരു കറുപ്പ് ഡോട്ട് കാണാം. അപ്പോൾ ഈ ലൈറ്റ് പോയത് കൊണ്ട് മാത്രമാണ് ഇതിപ്പം വർക്കാവാത്തത്. നമുക്കിതിന്ന് ഷോർട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ബൈപ്പാസ് ചെയ്ത് നോക്കാം. അപ്പം ഇത് വർക്കാവേണ്ടതാണ്. ഓക്കെ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷോൾഡറിങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആ ലൈറ്റിന് മുകളിൽ വെച്ചൊന്ന് ഹീറ്റാക്കി കൊടുത്താൽ മതി. ആ ലൈറ്റ് റിമൂവ് ആയി പോയിക്കോളും. കാണിച്ചു തരാം. ഇപ്പം റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബൈപ്പാസ് ചെയ്ത് നോക്കാം. ബൈപ്പാസ് ചെയ്യാൻ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ചെയ്ത് കൊടുക്കുമ്പം നമ്മളിപ്പം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് ഷോൾഡറിങ് പേസ്റ്റാണ്. ഷോൾഡറിങ് പേസ്റ്റ് ശകലം ഇതിൻ്റെ അകത്ത് തേച്ച് കൊടുക്കുക. ഇനി നമുക്കത് നേരെ ബൈപ്പാസ് ചെയ്താൽ മതി. ശകലം ഷോൾഡറിങ് എടുത്ത് അവിടെ അങ്ങ് ഇതാക്കി കൊടുത്താൽ മതി. അപ്പം നമ്മളിപ്പം ഷോൾഡറിങ് ഇതാക്കിയിട്ടുണ്ട്. ഡാമേജായ ലൈറ്റ് നമ്മളിപ്പം അവിടെ ഷോൾഡർ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്, ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് വർക്കാവോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. കണ്ടോ, അത് വർക്കായിട്ടുണ്ട്. അത് ഒരെണ്ണമൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. 2-3 ലൈറ്റൊക്കെ പോയതാണെങ്കിൽ ഈ ചിപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ആ ചിപ്പായിട്ട് മൊത്തമായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഈ പ്ലേറ്റ് ചിപ്പ് ഇതുണ്ടല്ലോ, മൊത്തം ലൈറ്റ് സെറ്റ്, ഇത് മൊത്തമായിട്ട് നമുക്ക് ചെറിയ പൈസക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ ഇവിടുന്ന് 2 ഷോൾഡർ റിമൂവ് ചെയ്തിട്ട് ഇതെടുത്ത് മാറ്റിയിട്ട് പുതിയത് ഇത് വെക്കാവുന്നതാണ്. ഇത് ചുമ്മാ പശയിട്ട് ഒട്ടിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പം ഇത് വർക്കായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് വർക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കംപ്ലൈൻ്റ് ലൈറ്റിനൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് വേറൊരു ലൈറ്റും കൂടിയും
ഇതാക്കിയിട്ടുണ്ട്, നന്നാക്കുന്ന ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നോക്കിക്കളയാം. ഇത് കുറച്ച് ഇതായിട്ടുള്ള ലൈറ്റാണ്. ഇതും ത്രെഡാണ്. ഇത് പുറമേ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. വർക്കാവുന്നില്ല. അത് ജസ്റ്റ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ നിന്ന് വിളിച്ചാൽ മാത്രം മതി, അതായിക്കോളും. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ സ്ക്രൂ, 4 സ്ക്രൂ അഴിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ബാക്കിയെല്ലാം വരുന്നത്. അപ്പം നമുക്ക് ആ 4 സ്ക്രൂവും കൂടി ഒന്ന് അഴിച്ചു നോക്കാം. ഇത് കണ്ടോ, ഇതിനുള്ളിൽ ചെറിയൊരു ഡ്രൈവ് കാണാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഡ്രൈവുള്ളത് പഴയ ലൈറ്റാണ്. പഴയ ലൈറ്റിനുള്ളിൽ ഇങ്ങനെ ഡ്രൈവൊക്കെ കാണത്തുള്ളൂ. പുതിയ ലൈറ്റിൽ ഇങ്ങനെ ഡ്രൈവൊന്നും ഉണ്ടാകത്തില്ല. ഒറ്റയടിക്ക് തന്നെ എല്ലാം ഒരേ ഇതിലായി യൂണിറ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും. ഡയറക്റ്റ് ലൈറ്റിൻ്റെ ഇതിൽ തന്നെ, ഇതിൻ്റെ തന്നെ ചിപ്പും കാര്യങ്ങളും റെക്ടിഫയർ എല്ലാം ഇതിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അത് നേരിട്ട് അത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇതേപോലെ കംപ്ലൈൻ്റ് ആണ് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ സെയിം സാധനം ഇതല്ല, ഇൻക്ലൂഡിങ് ഇതായിട്ടുള്ളത് ചിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ലോക്കൽ മാർക്കറ്റ്, ചെറിയ പൈസക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കംപ്ലൈൻ്റ് ആയ ലൈറ്റുകൾ മാറ്റുന്നത് കളയുന്നത് നല്ല. പിന്നെ ഒരു പുതിയ ലൈറ്റ് വേണമെങ്കിൽ 10, 100, 100, 200 രൂപേൻ്റെ അടുത്ത് വരുമല്ലോ. അപ്പം അതിൽ നല്ലതെന്ന് വെച്ചാൽ അതിന് ചെറിയ പൈസക്ക് നമുക്ക് ഈ ഒരു ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് ന്യൂട്രൽ ഫേസ് മാറ്റി കൊടുത്താൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ റിപ്പയർ ചെയ്യുന്ന കാര്യമാണ്. അതും അതേപോലെ തന്നെ ലൈഫ് ഉണ്ടാവും, ലോങ് ലൈഫൊക്കെ ഉണ്ടാവും. ഇപ്പം പുതിയ വരുന്ന ഇത് ലൈറ്റും ചിപ്പിനൊക്കെ ലോങ് ലൈഫുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഓരോന്ന് ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഏതിലാണ് കംപ്ലൈൻ്റ് ചെയ്ത് നമുക്കറിയില്ല. അപ്പം ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ലൈറ്റിൻ്റെ ബോർഡ് ഉണ്ടാവും, ഒരു യൂണിറ്റ് ഉണ്ടാവും എല്ലാത്തിൻ്റെ ഉള്ളിലും. അപ്പം നമുക്കത് തുറന്ന് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് തുറന്നു. നമ്മളിപ്പം ഈ ലൈറ്റ് മൊത്തമായിട്ട് തുറന്നേക്കുവാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഏത് ലൈറ്റാണ് കംപ്ലൈൻ്റ് ആയതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്, അത് കണ്ടിന്യൂസിലിടുക. കണ്ടിന്യൂസ് ഇട്ടിട്ട് ഇതിൻ്റെ ഈ ലൈറ്റിനൊരു പ്ലസ്സും മൈനസും ഉണ്ട്. അപ്പം അത് നോക്കി കൊടുക്കുക. ജസ്റ്റ് കാണിച്ചുതരാം ഇതല്ല. അപ്പോൾ തിരിച്ചൊന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ ഇതേപോലെ കത്തുന്നതായിരിക്കും, ചെറിയൊരു ഇതായിരിക്കും. നല്ല ലൈറ്റുകളൊക്കെ ഇതേപോലെ ചെറിയ രീതിക്ക് കത്തുന്നതായിരിക്കും. കണ്ടിന്യൂസിലിട്ട് നോക്കുമ്പോൾ ഇതേപോലെ ചെറുങ്ങനെ കത്തുന്നത്, അതൊന്നും കുഴപ്പമില്ലാത്ത ലൈറ്റുകളായിരിക്കും. ശരിക്കും കോണ്ടാക്റ്റ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അതിലേക്ക്, അതങ്ങനെ ആവുന്നത്. ചെക്ക് ചെയ്യുമ്പോൾ 2 വശത്തേക്കും വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴാണ് ഇതിന് പ്ലസ്സും മൈനസും ഉണ്ട് ഈ ഒരു ലൈറ്റിന്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും കത്തത്തില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കത്താത്തതൊക്കെ വർക്കാവാത്തതായിരിക്കും. അപ്പം ഇത് വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടും ഒന്നും വർക്കാവുന്നൊന്നും കാണുന്നില്ല. അപ്പം ഈ ഒരു ഇത് ഡാമേജ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ബൈപ്പാസ് ചെയ്തിട്ട് നോക്കിയിട്ട് ഇതാക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഞാൻ ഇവിടെ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് അവിടെ ബൈപ്പാസ് ചെയ്തു. ഇനി നമുക്കിത് വർക്കാവോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. മാക്സിമം വർക്കാവേണ്ടതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവുള്ള സാധനങ്ങൾക്കൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കുന്നത്, അത് പഴയ മോഡലാണ്. ഇപ്പം ഇതെല്ലാം വർക്കാവുന്നുണ്ട്. ആ 1-2 ലൈറ്റ് കൂടി പോകാനുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം 25,000 അവർ ടൈം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞാൽ തന്നെ ഈ ലൈറ്റുകളൊക്കെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത്രയും ലൈറ്റുള്ളത് ഇച്ചിരി മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും.
ഈ സാധനം ഇപ്പം പുറമേ ഉള്ളതായതുകൊണ്ട് ഇവിടെ കിട്ടാനും വഴിയില്ല. ഓക്കെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പകരം ഈ ചിപ്പായിട്ട് തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് ഇടാൻ പറ്റും. ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇവിടെ കിട്ടില്ല എന്തായാലും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. ഇത് പുറമേയുള്ള സാധനം ആയതുകൊണ്ട് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. അല്ലായിരുന്നെങ്കിൽ നമുക്കിത് ഇവിടുന്ന് തന്നെ മാറ്റാൻ വരുന്നതായിരുന്നു. ഈ ഒരു ഓരോ ചിപ്പും സെപ്പറേറ്റ് വാങ്ങിച്ച്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഹോട്ട് ഗണ്ണും വെച്ച് നമ്മൾ ഓരോ ലൈറ്റ് റിമൂവ് ചെയ്ത് പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ വെഹിക്കിളത്തെ ഡ്രൈവ് ഉണ്ടല്ലോ, ഡ്രൈവും മാറ്റേണ്ടി വരും. അപ്പം ഇത് അങ്ങനെ മാറ്റുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിൽ നല്ല നമുക്ക് പുതിയ തന്നെ വാങ്ങിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ലൈറ്റുകൾ എങ്ങനെ പെട്ടെന്ന് ശരിയാക്കാം എന്നുള്ളതാണ് നമ്മളിപ്പം ശരിക്കും നോക്കിയത്. ഓക്കെ. ഇങ്ങനെയുള്ളത് പെട്ടെന്ന് ആക്കാം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവ് ഉണ്ടല്ലോ, ഡ്രൈവുള്ള സാധനത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലിങ്ങിങ്ങും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ ലൈറ്റ് മിന്നി കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഈ ഡ്രൈവുള്ള ലൈറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇതിൻ്റെ അകത്ത് വലിയൊരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ ഇതിപ്പം പുറമേ എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് കൂടി ശരിയായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കത്തുന്നതായിരിക്കാം. അതിനകത്ത് ഒന്നോ രണ്ടെണ്ണം കുറച്ച് ഇതായിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ടൈമിംഗ് നോക്കണം. അതായത് 25,000 അവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ അവേഴ്സുള്ള ലൈറ്റും കിട്ടും നമുക്ക്, കടകളിൽ കിട്ടും. പക്ഷേ അതിന് കുറച്ചുകൂടി കാശ് കൂടുതലായിരിക്കും. അതിനൊക്കെയായിട്ട് അതിന് ബ്രൈറ്റ്നസ്സും വാട്ട്സും കൂടുതലായിരിക്കും. വാട്ട്സ് കൂടുന്നതനുസരിച്ച് ബ്രൈറ്റ്നസ്സും കൂടും. അപ്പം ബ്രൈറ്റ്നസ് വേണ്ടുന്നവർ വാട്ട്സ് നോക്കി വാങ്ങിക്കാൻ പാടില്ല. നല്ല ബ്രൈറ്റ്നസ് വേണ്ടുന്നവർ വാട്ട്സ് പ്രശ്നമാക്കരുത്. അതേപോലെ ടൈമിങ്ങിൻ്റെയും നോക്കുക. അതായത് എത്ര ലോങ് ലൈഫ് ഉണ്ടല്ലോ, ലോങ് ലൈഫിൻ്റെയും കൂടി നോക്കുക. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ലോങ് ലൈഫ് ഇതായിട്ട് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും. കാശ് നോക്കി ചെറിയ പൈസേൻ്റെ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് പോകുന്നതായിരിക്കാം. അപ്പം അത് നോക്കാതെ നല്ല ലോങ് ലൈഫായിട്ട് തന്നെ വേണം, കാശ് പ്രശ്നമില്ല എന്നുള്ളവർക്ക് നമുക്ക് നല്ലത് തന്നെ നോക്കിയിട്ട് ഇതാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതിപ്പം വർക്കാവുന്നുണ്ട്. പക്ഷേ ഇത് അധികകാലം പോവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈറ്റുകൾ കൂടി പോകാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്കിപ്പം ഡ്രൈവ് തരുന്ന വോട്ട്സും ആംബിയറൊന്നും ബാക്കിയുള്ള ലൈറ്റുകൾ ഇതല്ല, സപ്പോർട്ടാവില്ല. അപ്പോൾ ആ ലൈറ്റ് കൂടി പെട്ടെന്ന് പോകും. ഓക്കെ. അപ്പം പരമാവധി ഈ ഡ്രൈവുള്ള സാധനം ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം മറ്റൊറ്റ ചിപ്പായിട്ട് തന്നെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള ഒറ്റ ചിപ്പുള്ള സാധനം കൊണ്ടുള്ള ഈ ഒറ്റ ചിപ്പായിട്ടുള്ളതിനകത്ത് ഇത് തന്നെ ന്യൂട്രലും ഫേസിലും കൊടുത്താൽ തന്നെ നമുക്കിത് വർക്കാവുന്ന നടക്കും. അതേപോലെ സെപ്പറേറ്റ് ഡ്രൈവും അപ്പോൾ ഇതിന് ഇതുണ്ടാകത്തില്ല, മിന്നി കളിക്കുന്ന പ്രശ്നമുണ്ടല്ലോ. ഈ ഒരു ഇതിന് മിന്നി കളിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. മാക്സിമം വന്നാൽ ഈ റെക്ടിഫയർ, ഇതാണ് AC-നെ DC ആക്കുന്ന ഇത് റെക്ടിഫയർ. അപ്പം ഈ ഒരു ഇതിന് മാത്രമാണ് മാക്സിമം പ്രശ്നം വരും. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം പോയതാണ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഈ ഒരു സംഭവത്തിന് പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നവും, ലൈറ്റ് ഇത്ര അവേഴ്സ് ഉണ്ടല്ലോ, ഇത്ര അവേഴ്സ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോകും. അത് നമ്മളിപ്പം TV-യുടെ ബാക്ക് ലൈറ്റ് ഉണ്ടല്ലോ, TV ചില സമയത്ത് ഇത്ര അവർ ഉണ്ടാവും. ആ TV-യിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇത്ര അവേഴ്സ് TV-ൻ്റെ അവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഇപ്പം 30,000 മണിക്കൂർ അങ്ങനെ പലത് കൊടുത്തിട്ടുണ്ട്, പല ടൈമിങ്ങും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് ഡാമേജ് ആവും. അപ്പം ആ TVയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റാതെ TV-യിൽ ഒന്നും തെളിയാത്ത അവസ്ഥയാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈമിങ്ങും കഴിഞ്ഞാൽ ഇതും ഓട്ടോമാറ്റിക്കായിട്ട് ഡാമേജ് ആവും. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്കിപ്പം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സുഖമായിട്ട് ചെറിയ പൈസയ്ക്ക് തന്നെ ഇത് ശരിയാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണാനും ഇതാക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഓളിലേക്ക് മാറ്റുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ലൈക്കും ചെയ്യുക വീഡിയോന്. അപ്പോൾ ഓക്കെ.